ഹായ് ഫാമിലീസ്, ഇന്ന് ഞാനും അച്ഛനും അമ്മയും കൂടെ പോകുന്ന ഒരു പഴയ വിഷ്വൽസാണ്. ഇത് കളയാൻ മടിച്ച് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് ഞാനിടുന്നു. അപ്പോൾ കാണുക. ഓക്കെ, നീളാരതിയൊക്കെ കാണാനുള്ള തിടുക്കത്തിലാണ് ഞങ്ങൾ രാവിലെ കയറിയത്. ഈ കാണിക്കുന്നതൊക്കെ വണ്ടിയിരുന്ന് ചുണ്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്സുകൾ. ഇരുന്നിരുന്നിരുന്ന് എൻ്റെ അമ്മേ, ഏകദേശം ഒരു 12 മണിക്കൂറോളം ഞങ്ങൾ ബസ്സിലാണ് പോയത്. നമ്മൾ ട്രെയിൻ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. വൈകുന്നേരമാണ് എത്തിയത്. അപ്പോൾ നേരെ ചെന്ന് നമ്മൾ അമ്പലത്തിൽ ചെന്ന് തൊഴുകയാണ് ചെയ്യുന്നത്. ഫ്രഷ് ആവാനൊന്നും ടൈം ഉണ്ടായില്ല. നമ്മൾ ഫ്രഷായിട്ടാണ് പോയത്. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് തൊഴുതു. നാലമ്പലമൊക്കെ ചുറ്റി തൊഴുതതിന് ശേഷം നേരെ പോയത് പിന്നെ നീളാരതി കാണാൻ വേണ്ടിയിട്ട്. അക്കരയ്ക്ക് പോകാനുള്ള ടൈം കഴിഞ്ഞതുകൊണ്ട് ആ ഭാഗത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പുറത്തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വിഷ്വൽ വീഡിയോസൊന്നും നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അക്കരെ നിന്നെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് 1-2 ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ വെച്ചാണ് ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. നീളാരതി ഒന്ന് കാണേണ്ട സംഭവമാണ്. പ്രയാഗ്രാജിൽ തന്നെയും അവിടുത്തെ കുംഭമേള തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പോകണം എന്നുള്ളത്. ദയവായിട്ട് ആഗ്രഹം സാധിച്ചു. കേരളത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം വന്നതിൽ വളരെയധികം നന്ദി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ക്ഷേത്രത്തിലേക്ക് കയറി വന്നതിന് ശേഷം പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അടവിലൊന്നും ആരുമില്ല. നല്ല സൗന്ദര്യത്തോടുകൂടി ഒഴുകുന്നു. അങ്ങനെ ആ പടവിൽ കുറച്ച് നേരം കളിച്ചു. വെള്ളത്തിലൊക്കെ ഇങ്ങനെ തട്ടി തട്ടി കുറച്ച് നേരം നിന്നു. ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞാനിങ്ങനെ മുകളിലേക്ക് കയറി വന്നപ്പോൾ ആൾക്കാർ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ സ്ക്രീനറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പിന്നെ പോകുന്നത് നമുക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള ഇതിലേക്കാണ് പോകുന്നത്. രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലിതർപ്പണം ചെയ്തു റെഡിയായിട്ട് പിന്നെ നമ്മൾ ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്ര ദർശനം ചെയ്ത് നാവാമുകുന്ദൻ്റെ ശീവേലിയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാവാമുകുന്ദനെ ചെന്ന് കണ്ടു, തൊഴുതു. ക്യൂ ഉണ്ടായിരുന്നു, നല്ലോണം ക്യൂ ഉണ്ടായിരുന്നതിന് ശേഷം കാപ്പി കുടിക്കാനുള്ള തിരക്കാണ് ഈ നിൽക്കുന്നത്. ഉപ്പുമാവും ഉടച്ചുകറിയും ചായയാണ്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഉപ്പുമാവിൻ്റെ കൂടെ പഴമോ പപ്പടമോ ഒക്കെയാണ് സാധാരണ നോർമലി കഴിക്കുന്നത്. ഇത് ഉടച്ചുകറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനും അന്തം. പക്ഷെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. നാവാമുകുന്ദൻ്റെ പ്രസാദവും കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ മതിലൊക്കെ കാണാനായിട്ട് എന്തോ ഒരു ഭംഗി. ഒത്തിരി ആൾക്കാർ കാപ്പി കുടിക്കാനുള്ള തിരക്കാണ് ആ ബാക്കിൽ കാണുന്നത്. നാവാമുകുന്ദ ക്ഷേത്രം കാണേണ്ട ഒരു കാഴ്ചയാണ്. 4 ഭാഗങ്ങളിലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനൊരു അമ്പലം. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്ത് ഗീതയുടെ പാരായണം എന്തോ നടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെന്ന് ചീട്ടാക്കി പ്രസാദം വാങ്ങാനായിട്ട് വന്നു. അവിടുത്തെ വിശേഷ പ്രസാദമാണ്. പഞ്ചസാരയും പഴവും വെണ്ണയും ഒക്കെയാണ് അവിടുന്ന് തരുന്ന നിവേദ്യങ്ങൾ. പിന്നെ പായസവും ഉണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് അവിടെ അതിന് തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കവറും കൂടെ കിട്ടി. ഞാനത് ചോദിച്ച് മേടിച്ചായിരുന്നു കവർ. നാവാമുകുന്ദൻ്റെ അവിടെ നിന്നും നമ്മൾ നേരെ പിന്നെ പോകുന്നത് അടുത്ത് ആ ഭാഗങ്ങളൊക്കെ ചുറ്റി കണ്ടിട്ട് ആണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അപ്പം അവിടുന്ന് ഞങ്ങൾ പിന്നെ പോകുന്നത് ശിവക്ഷേത്രത്തിലാണ്. അത് പാലം കടന്ന് വേണം പോകാനായിട്ട്. ഈ പാലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമായിരുന്നു ഉണ്ടാക്കി. അത് താൽക്കാലിക പാലമാണെങ്കിൽ അങ്ങനെ ഒരു പാലം വന്നതുകൊണ്ട് വളരെയധികം ഉപയോഗമുണ്ടായി. പിന്നെ അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടുന്ന് ഒരുപാട് തിരക്കൊന്നും കടത്തിവിടത്തില്ല. മിതമായ രീതിയിലാണ് ആൾക്കാരെ കടത്തിവിടുന്നത്. താൽക്കാലികമായി നിർമ്മിച്ച പാലം ആയതുകൊണ്ട് അവിടെ സ്നാനം നടക്കുന്നുണ്ട്. നിളാസ്നാനം ഇത് ഇപ്പുറത്തെ വശത്താണ്. നിളാസ്നാനം നടക്കുന്നുണ്ട്. അത് വിധിപ്രകാരമാണ് സ്നാനമൊക്കെ നടക്കുന്നത്. പിന്നെ യാഗശാലയിൽ ഞങ്ങൾ പോയി. യാഗശാലയിൽ അവിടെ മഠാധിപനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ യാഗം ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വിശ്വകർമ്മ യാഗമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം തൊഴുതു നിന്നു. അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങാൻ പറ്റി. അവിടുന്ന് പൂജാകർമ്മങ്ങളിൽ ഏർപ്പെട്ടു. അവിടെ കുറച്ച് നേരം നിന്ന്. വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു. അതിന് അപ്പുറത്തേക്ക് വേറെ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിളയുടെ നടുവിലൂടെ ഇപ്പറേ വരുന്നത് ശിവക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇവിടെയും ആരതിയുണ്ട് കേട്ടോ. ഇവിടെയും അതേ സമയത്ത് തന്നെയാണ് ആരതി. പക്ഷെ നമുക്ക് അവിടെ നിന്ന് വരുന്നത് അത്രയും പോസിബിളായിട്ടുള്ള കാര്യമല്ല. ആരതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരേണ്ടതുണ്ട്. ഏകദേശം 2 മണി തൊട്ടേ ആൾ എത്തും. ഈ തവനൂരുള്ള ശിവക്ഷേത്രമാണ്. ഇതും ഫേമസ് ആയിട്ടുള്ള വളരെ
എന്തോ പ്രാചീനമായിട്ടുള്ളൊരു ശിവക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും കയറി തൊഴുതു ഞങ്ങൾ. എല്ലാം ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് ബ്രഹ്മക്ഷേത്രം, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്ക്. ഈ 3 ക്ഷേത്രങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നാവാമുകുന്ദയിൽ വന്നിട്ട് ഒരു ഉച്ചമയക്കം. അമ്മയ്ക്കൊക്കെ ഒരുപാട് നടന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ അവർക്ക് ഉറക്കം വന്നു. പിന്നെ ഒരു 4 മണിയോടുകൂടി നമ്മൾ വീണ്ടും തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും അച്ഛനും അമ്മയും. കാരണം നമുക്ക് ട്രെയിനാണോ ബസ്സാണോ എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ഇരുട്ടിയാൽ തിരിച്ചു വരുമ്പോൾ പാടായിരിക്കുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ബസ്സിൽ തന്നെ ഇങ്ങ് പോന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.